ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞു മിനി ബ്ലോഗാണ് രാവിലത്തെ. ഇന്ന് എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കിച്ചണിൽ കഴിക്കാൻ ചെന്നപ്പോൾ ഒന്നുമില്ല ഗായ്സ് എനിക്ക് കഴിക്കാൻ. പിന്നെ ബിൻസി ചേച്ചിയുടെ അടുത്ത് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് അവിടെ ചെന്നപ്പോൾ ചേച്ചി അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് ചേച്ചി മുട്ടക്കറിക്കുള്ള സാധനങ്ങൾ അരിയാൻ തുടങ്ങി. അടുത്ത് നിന്ന് ഞാൻ ഇന്നലെ എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നെന്നും എന്തൊക്കെ സംഭവിച്ചെന്നും ഞാനിങ്ങനെ പറയുമായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഇവരോടല്ലാതെ ഞാൻ ആരോട് പറയും ഗൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിച്ച അബദ്ധങ്ങൾ. ഞങ്ങൾക്ക് 3 പേരും സെയിം ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ ചേച്ചിമാർക്ക് 12 അവർ മോർണിംഗ് ഷിഫ്റ്റും എനിക്ക് 9 അവർ നൈറ്റ് ഷിഫ്റ്റുമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഒരുമിച്ച് ഒരു വീഡിയോയിലും കാണാത്തത്. ഇന്ന് സേതു ചേച്ചിക്ക് 12 അവർ മോർണിംഗ് ഷിഫ്റ്റാണ്. ചേച്ചി ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. പിന്നെ ഞങ്ങളുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തട്ടിക്കൂട്ടും മുട്ടക്കറിയും റെഡി ആവുന്നുണ്ട്. ഇവരിവിടെ വന്നിട്ട് 3 വർഷം ആകാറായി. ഞാനിവിടെ വന്നിട്ട് 2 വർഷവും. അതുപോലെ ഹോസ്റ്റലിൽ ബിൻസി ചേച്ചി 3rd ഫ്ലോറും ഞാൻ 2nd ഫ്ലോറും സേതു ചേച്ചി 1st ഫ്ലോറുമാണ്. നമ്മുടെ കറിയിലേക്ക് വരാം ഗൈസ്. ചേച്ചി ഇപ്പുറത്തെ അടുപ്പിൽ നല്ല ചൂട് ചായ എന്നുണ്ട്. ഏലക്ക ഇട്ട ചായ സൂപ്പറല്ലേ ഗൈസ്? എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? അങ്ങനെ ഞാനും ഇപ്പുറത്ത് നിന്ന് കറി ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഞാൻ സഹായിക്കാൻ പോയാൽ ആ മുട്ടക്കറി കുളവാകും. അതുകൊണ്ട് ഞാൻ ഒത്തിരി സഹായിക്കാൻ പോയില്ല. അങ്ങനെ നമ്മുടെ ചായ ഇപ്പുറത്ത് നിന്ന് തിളയ്ക്കുന്നുണ്ട്. സേതു ചേച്ചിയെ വിളിച്ച് നോക്കി ചോദിച്ചു. ചേച്ചി അവിടെ ബിസി ആണെങ്കിൽ വരത്തില്ല, ബിസി അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കും. ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അതുകൊണ്ട് ഒത്തിരി ദൂരം ഇല്ലാത്തതുകൊണ്ട് എളുപ്പമല്ലേ. അങ്ങനെ ചായയൊക്കെ ചേച്ചി ആറ്റി ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മുട്ടക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഗൈസ് പോയി കിടന്നുറങ്ങാൻ. നൈറ്റ് ഓഫ് അല്ലേ, നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചായയൊക്കെ റെഡിയായി. ചേച്ചി ചായ ഊറ്റുന്നുണ്ട്. ഇപ്പുറത്ത് മുട്ടക്കറി ഒരുവിധം റെഡിയായി. ചേച്ചി 2-3 അപ്പം കൂടെ ചുടുന്നുണ്ട്. ചേച്ചിക്ക് പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കണ്ടേ, അതുകൊണ്ട്. അങ്ങനെ ഞങ്ങളുടെ അപ്പവും മുട്ടക്കറിയും ചായയും എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങണം. ബിൻസി ചേച്ചിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ചേച്ചിക്ക് ഓഫ് ആയതുകൊണ്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ കാണാം. ബായ്.